സംസ്ഥാനത്ത് ചരിത്രത്തിലില്ലാത്ത വിധം ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ. ഓരോ വകുപ്പും പണമില്ലാതെ പദ്ധതികൾ നിർത്തിവച്ചിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. 1,00,000 കോടി രൂപയാണ് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും കൊടുക്കാനുള്ളത്. GST വകുപ്പ് പരാജയമാണെന്നും വി.ഡി. സതീശൻ ആരോപിച്ചു. കേരളത്തിന്റെ ധനപ്രതിസന്ധി ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലേക്ക് തകർന്നിരിക്കുക. ഏറ്റവും രൂക്ഷമായി ഓരോ വകുപ്പ്, ഓരോ മന്ത്രിമാരുടെയും ഓരോ വകുപ്പെടുത്ത് പരിശോധിച്ചാൽ പണമില്ലാത്തത് കൊണ്ട് നിർത്തിവെക്കപ്പെട്ടിരിക്കുന്ന ക്ഷേമ പദ്ധതികൾ, വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ പദ്ധതികൾ, വികസന പദ്ധതികൾ, ബില്ല് കൊടുക്കാനുള്ളത്, എല്ലാവർക്കും ബില്ല്, ഇപ്പൊ ജലജീവൻ പദ്ധതി ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപയുടെ ബില്ലാണ് പേ ചെയ്യാനുള്ളത്, കുടിശ്ശികയായിട്ടുള്ളത് കോടിക്കണക്കിന് രൂപയുടെ. PWDയിൽ കോടിക്കണക്കിന് രൂപ. ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് GSTയിൽ അമെന്റ്മെന്റ് വരുത്തി 48,000 കോടി രൂപ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് കുറവ് വരും എന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. നമ്മുടെ മന്ത്രിയുടെ കണക്ക് 8,000-10,000 കോടി രൂപ കേരളത്തിൽ കുറവ് വരുമെന്നാണ്. എനിക്ക് ആ കണക്ക് എങ്ങനെയാണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല.